എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് റോഡ് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വീണ്ടും വെളിയത്തോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ തിരുവോണമൊക്കെ തക്കലയിൽ അമ്മയുടെ കൂടെ അടിച്ച് പൊളിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും വെളിയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഫാമിലി എല്ലാവരും കൂടെ ഇടുക്കിയിലോട്ട് 21, 23 പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. 21, 22 പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് പോകുന്നത്. പിന്നെ വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ആസ് യൂഷ്വൽ പോകുന്ന വഴിക്ക് ചേട്ടയുടെ ഫേവറേറ്റ് കടയുണ്ടല്ലോ, നമ്മുടെ ഹൈവേ വഴി ഏരിയയിലുള്ള കടയിൽ കയറി നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫുഡൊക്കെ അടിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും നല്ല കിടിലൻ നല്ല മെലഡി പഴയ പാട്ടൊക്കെ കേട്ട് നമ്മളങ്ങനെ കാറിൽ പോകുമായിരുന്നു. ആക്ച്വലി ഈ തള്ള വൈബാണോ എന്നൊന്നും അറിയത്തില്ല, എന്താണെന്ന് പറഞ്ഞോട്ടെ പഴയ മെലഡി പാട്ടിനോടൊക്കെ ഒരു സ്നേഹം. അപ്പോൾ കണ്ണനൊക്കെ പറയുന്നത് നിനക്ക് തള്ള വൈബായിടി എന്നാണ് പറയുന്നത് അവൻ. അപ്പം അറിയത്തില്ല, നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ തള്ള വൈബ് വന്നു തുടങ്ങിയോ? കമൻറ്റ് ബിലോ. നേരത്തെയൊക്കെ ഞങ്ങൾ വെളിയത്ത് പോകുമ്പോഴത്തേക്കായിരുന്നെങ്കിൽ ഇതേപോലെ ഹൈവേ കൂടെ അല്ലായിരുന്നു പോകുന്നത്. ഇപ്പോൾ ഈ റോഡ് അടിപൊളിയാക്കിയതിന് ശേഷം എപ്പോഴും ഇങ്ങനെ കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ലൊരു സൂപ്പർ പെട്ടെന്ന് എത്താൻ പറ്റും. പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഒരു കിടിലൻ ഹെൽമെറ്റ് കണ്ടു. നമ്മുടെ എലിയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഇതിന്, റാബിറ്റ് പോലത്തെയൊക്കെ കൊമ്പൊക്കെ ഉള്ള ഒരു ഹെൽമെറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് അതുകൂടെ വീഡിയോയിൽ എടുത്തതാണ്. നൈസ് അല്ലേ? ഡെവിൾ ഹെൽമെറ്റ്. പോകുന്ന വഴിക്ക് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കണ്ടത്, കറ നല്ലതാണ്. ടോം ആൻഡ് ജെറി ഒക്കെ ഉള്ള ഒരു ബസ്സിന്റെ ബാക്കിൽ വരച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ സർഫ് എക്സലിന്റെ പരസ്യം. കറ നല്ലതാണ്. പോകുന്ന വഴിക്ക് മീൻ വല്ലതും കിട്ടുമെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാൻ അമ്മ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരിടത്ത് ഇറങ്ങി മീനൊക്കെ നോക്കി. ചേട്ടായി ആണെങ്കിൽ വെളിയിൽ നിന്ന് വന്നാൽ ഇവിടം വരെ വരും, കോളനീൻ്റെ അടുത്ത് വരെ വരും മീൻകടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങി അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തൊക്കെ വാങ്ങിച്ചു. കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ സമയത്ത് ആണെങ്കിൽ അവിടെ ഒരു വലിയ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ലോഗിൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ലോഗിൻ ചെയ്ത് പണിയൊക്കെ തുടങ്ങി. അപ്പോഴാണ് അമ്മയാണെങ്കിൽ ഇന്നലത്തെ പായസമൊക്കെ നല്ല ഐസ്ക്രീം പോലെ തണുപ്പിച്ചിട്ടൊക്കെ തന്നു. ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവാ. അപ്പം അമ്മ ബൈക്കിൽ പോയി, ഞാനും കൂടെ കയറി. പാവമല്ലേ, സ്കൂട്ടറാണേലും. അതുകൊണ്ട് ഞാൻ നടക്കാൻ തീരുമാനിച്ചു. ഷാഡോ രാവിലെ എത്തി. ഇവിടെ തിരുവോണം ആൻറ്റിയുടെ അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ തക്കലയിൽ പോയതുകൊണ്ട് ഞാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കൊച്ചച്ഛൻ ഫുൾ ഓൺ ഡീപ്പ് ക്ലീനിങ് സെക്ഷനിലൊക്കെ ആയിരുന്നു. ഇതാട്ടോ എൻ്റെ അമ്മാമ്മ. ഇപ്പോൾ 92 ആയിട്ടുണ്ട് വയസ്സ്. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. നമ്മൾ തന്നെ ആരാന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും ആരാന്ന്. കണ്ണൻ കിങ്ങാമൂനെ നല്ല ക്ലാസ് എടുപ്പായിരുന്നു. ഞാൻ വന്നപ്പോൾ ഒരു ബിസി പഠിപ്പീരായിരുന്നു. മൂത്താങ്കിയുടെ ഫിഷ് കറി ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെയാണ്. ഒരു പാട്ട് പാട്, എന്നാ നിർത്താം. പാട്, അമ്മാമ്മയ്ക്ക് അറിയാവുന്ന പാട്ട് പാട്. ഒന്നുകൂടെ
തിമനീച്ചെന്നതിനാൽ അമ്മയും അപ്പോൾ മാറണച്ചിട്ടങ്ങുമ്മ വെച്ചു കിടാവിനെ അമ്മിഞ്ഞ കൊടുക്കാൻ ഏൽപ്പിച്ച് ചിമ്മയനെ പൊറോടിനാൻ കുപ്പത്തിയിലുള്ള കുട്ടികളൊരു 34 പ്രായം കൂട്ടിട്ടിട്ടും ഒരു പേരി പറിച്ചിട്ടും ഈ രണ്ടുള്ളയോവന്റെ ഒരു തരികായ ചാടി സർസ കണ്ണന്ത പുറപ്പെട്ടു. അടിമേരി കുട്ടിയായിട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്. ആരാന്ന് പോലും അറിയാത്ത എന്റെ അമ്മാമ്മ. ആരാ? ഞാൻ പറ, ആരാന്ന് പറയാൻ. എനിക്ക് പറഞ്ഞു അമ്മാമ്മയുടെ ആദ്യത്തെ കൊച്ചുമോള്. എന്റെ അപ്പൂപ്പൻ ലഡ്ഡു കൊടുത്തായിരുന്നു. അറിയോ? ഞാൻ ജനിച്ചപ്പോ എല്ലാവർക്കും. ഒന്നും അറിയത്തില്ല അമ്മാമ്മക്ക്, ഒന്നും അറിയത്തില്ല. മീൻ തിന്ന ഓർമ്മ വരുമെന്ന് അപ്പൊ പറ്റിച്ചതല്ലേ? അമ്മാമ്മക്ക് ഒന്നും ഓർമ്മയില്ലല്ലേ എന്നും മീൻ തിന്നിട്ടും. ഷാരോ, ഷാരോ വന്നേ, ചോദിക്കട്ടെ. ഓ ഇല്ലേ കൂടെ നക്കും ഇയാള്, നക്കും. കൊച്ചച്ഛൻ ആനിയുടെ പാചകത്തിനിടയിൽ വന്ന് എല്ലാം ഡീപ് ക്ലീൻ ചെയ്തിട്ട് ഇതെവിടാ വെക്കുന്നത്, അതെവിടാ വെക്കുന്നത് പറഞ്ഞാൽ ആന്റിക്ക് ഭ്രാന്തളവുക. എന്തിനാ മനുഷ്യ ഇപ്പൊ എഴുതെടുക്കുന്നതെന്നുള്ള രീതിയിൽ ആന്റി വഴക്കൂടിക്കൊണ്ടിരിക്കുക. കൊച്ചച്ഛനാണെങ്കിൽ ഫുള്ളി വീട് നന്നാക്കാനായിട്ട് പുള്ളി രാവിലെ ഇറങ്ങി പുറപ്പെട്ടേക്കുവാണ്. ആൻറ്റിയുടെ വീട്ടിൽ കുഞ്ഞപ്പനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൂക്കുകയും ചെയ്യും തുടയ്ക്കുകയും ചെയ്യുന്ന പോലത്തെ റോബോട്ടാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഫുൾ വീടിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഓരോ റൂം ഇതെല്ലാമേ ഒന്ന് മാപ്പ് ചെയ്തതിന് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നത്. അമ്മാമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഒരു നോട്ടീസ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് 2 പടം ഉണ്ട് കേട്ടോ. ആ 2 പടം കണ്ടിട്ട് എൻ്റെ ആങ്ങളമാരാന്നാ പറയുന്നത്. ആരുടെ പടാന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഫഹദ് ഫാസിലിൻ്റെ പടവും MGയുടെ പടവുമാണ് കേട്ടോ. അതെടുത്തിട്ട് പറയുന്ന അമ്മാമ്മയുടെ 2 ബ്രദേഴ്സാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഫുഡ് സിന്ധുവാൻ്റിയുടെ വീട്ടിലായിരുന്നു. അപ്പം ഞാനും അമ്മയും ചേട്ടായി വന്നിട്ട് ലോഗൗട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ചേട്ടായി വന്ന് കിടന്ന് ഉറങ്ങി. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചു. അല്ല കണ്ണാടി വെച്ചോണ്ട് നിൽക്കുന്നു, എന്തെങ്കിലുമൊന്നും മിണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എപ്പോഴും അങ്ങനെ നിന്നാ മാത്രം പോരല്ലേ. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം കലാപരിപാടിയായിട്ടുള്ള ചീട്ടുകളി തുടങ്ങി. ഇപ്പോൾ കൊച്ചച്ഛൻ ഉണ്ടായിട്ട് കൊച്ചച്ഛനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 6 പേര് വെച്ചിട്ടുള്ള തുറുപ്പാട്ടോ കളിക്കുന്നത്. ജാക്കി കളി പോയിട്ടില്ല ഇതുവരെ. അപ്പൊ ക്ലാവർ ജാക്കി എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കളിയാണ്. അപ്പൊ ആ പിടുത്തം ഞങ്ങൾക്കാണല്ലോ. അപ്പൊ അവന്റെ കയ്യിൽ ഡയമണ്ട് ജാക്കി ഉണ്ട്. അവരെന്ത് ചെയ്യും, പോയിന്റ് കൂട്ടാൻ വേണ്ടി അതിന് കൂടുതൽ അവന്റെ ക്ലാവർ ഇല്ല. അവന് വേണമെങ്കിൽ കോപ്പ് ചോദിച്ചു കേട്ടാ, പക്ഷെ അവൻ വെട്ടുന്നില്ല. ഞങ്ങളുടെ പിടുത്തമായതുകൊണ്ട് എന്ത് ചെയ്യും, പോയിന്റ് കിടക്കണ്ടേ. അത് വീഡിയോക്കകത്ത് ഇടാ. അടുത്ത കളി ഇല്ല, കൂട്ടുകാരനാ ജാക്കി ഇട്ടേ. അതെ, 2ാമത്തെ റൗണ്ടാണ് ആലോചിച്ചിട്ട് പോയിന്റ് തന്നെ. ചെവി ഒന്ന് തിരിച്ചായിരുന്നെങ്കിൽ, ചെവി ഒന്ന് തിരിച്ചായിരുന്നെങ്കിൽ. ആരും വിളി വിട്ടു കൊടുക്കരുത്. ഫസ്റ്റ് വിളിയാ, തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് കൊടുക്കണം. 29
എനിക്ക് ജോലി കണ്ടാണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ വെക്കേഷനും ഒക്കെയാണ്. ഞാനും കണ്ണനും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഞങ്ങൾ ജോലിയും ചെയ്യുന്നത് എൻ്റെ ചുറ്റും പിള്ളേരും ഉണ്ട്. അപ്പോഴാണ് ഇവിടുത്തെ സാഹിതിയിലെ ഓണപരിപാടിയായിരുന്നു. അപ്പോൾ അമ്മ കസേരകളിയിലൊക്കെ അമ്മ ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതിൻ്റെ സമ്മാനങ്ങളും അത് ഇത് ഏതാണ്ടൊക്കെ ആയിട്ടൊക്കെ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് കഥാപ്രസംഗം നടത്തുകയാണ്. ലൈക്ക് ഇത് കിട്ടി അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പുള്ളി എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ഞാനും അമ്മയും ചേട്ടായി കൂടെ ആണെങ്കിൽ കൊട്ടാരക്കരയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി അവിടെ KFC ഉണ്ട്. അപ്പോൾ നമ്മൾ KFCയിൽ കയറി നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് ബാങ്കിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ബാങ്കിൽ പോകണം, പുയ്യപ്പള്ളി കാനറ ബാങ്കിൽ പോകണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് വൈകിട്ട് നമുക്ക് കിഷ്കിന്ദ കാണ്ട് നമ്മൾ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി വരുന്നില്ല, കാരണം ചേട്ടായി ഇതുവരെ ഉറങ്ങിയിട്ടില്ല. എപ്പോഴും ഇത് പറഞ്ഞ് മടുത്ത. പുള്ളി നൈറ്റ് ഷിഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടായി ചേട്ടായി സിനിമയ്ക്ക് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫിലിമിന് പോകണം ഇന്ന് വൈകിട്ട്. അപ്പം നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് ഫിലിമിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി, എല്ലാവരും പോവാൻ റെഡിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്കൂട്ടി ഒരു കാറും എടുക്കുന്നത്. അപ്പോൾ യങ് കപ്പിൾസായ കൊച്ചച്ഛനും സിന്ധു ആൻറ്റിയും ബൈക്കിലും സ്കൂട്ടിയിലും പോയിട്ട് ഞങ്ങളെല്ലാം കാറിൽ പോകാനാണ് പ്ലാന്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ കുറച്ച് എനിക്ക് ഫുട്ടേജ് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിങ്ങാമോൻ്റെ വക ബിഗ് ഹാർട്ട് ഫോർ എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ആ ബിഗ് ഹാർട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മീയന്നൂരുള്ള തിയേറ്ററിലാണ്. കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ റിവ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അടിപൊളി ഫിലിമായിരുന്നു. ആക്ച്വലി ഒരു ഇൻ്റർവ്യൂവിൽ ജഗദീഷ് പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ കുറച്ച് ക്ലിപ്സ് കാണുമ്പോൾ അടുത്ത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അത് എക്സാക്ട്ലി കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഫിലിം ആക്ച്വലി നമുക്ക് ഒട്ടും അങ്ങോട്ട് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. കിഡിലെ ഒരു ത്രില്ലർ ടൈപ്പ് ഓഫ് ഫിലിമാണ്. നല്ല എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. നല്ല അടിപൊളി പടമാണ്. അപ്പോൾ എൻ്റെ റിവ്യൂ അതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി പടമായിരുന്നു. കണ്ട് വെർത്തിട്ടായിരുന്നു. ആക്ച്വലി കുറേ നാളിന് ശേഷമാണ് പിന്നെ ഒരു സിനിമ കാണുന്നത്. അതൊരു വെർത്തിട്ട് ഫിലിമായിരുന്നു. അപ്പോൾ ഫിലിമെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പക്ഷേ ഈ ആകാശദൂതൻ്റെ ഇത്രയും കരച്ചിലുണ്ടെന്ന് എക്സ്പെക്ട് ചെയ്താൽ ഞാൻ പോയത് കേട്ടോ. അതുകൊണ്ടാണോ എന്തോ എനിക്ക് കരച്ചിലൊന്നും വന്നില്ല. അപ്പോൾ ഇതേ ഒരു ഫീലായിരുന്നു ഗൗരി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ കണ്ണനും കിങ്ങാമൂനൊക്കെ കുറച്ച് നല്ല സെൻറ്റിമെൻറ്റ്സ് ആയെന്നാ, കുറച്ച് സങ്കടമായെന്നാ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൂർ വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ.